ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പോളിനോമിയൽ എന്ന ചാപ്റ്റർ നോക്കാം. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്റർ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ 9th പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പോളിനോമിയലിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതും. അപ്പോൾ എക്സ് അല്ലെങ്കിൽ 2x, അതുപോലെ 3x plus 2, 3x square plus 2x plus 3. ഇനി നോക്കുകയാണെങ്കിൽ 4x square plus 5. ഇങ്ങനെ ഇതൊക്കെ എന്താണ് പോളിനോമിയൽസിന് എക്സാമ്പിളാണ്. ഇപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ടേം മാത്രമേ വരുന്നുള്ളൂ അല്ലേ, ഒരു ടേം ഇങ്ങനെ എഴുതുന്നു. ഇവിടെയാണെങ്കിലോ 2 ടേം ഉണ്ട്. ഇതിൽ നമുക്ക് 3 ടേം 1 2 3. അപ്പം ഇങ്ങനെ ഓരോ ഈ ടേംസ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, പോളിനോമിയൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്, ഒരു ടേം മാത്രമുള്ളതിനെ നമ്മൾ എന്ത് പറയും, മോണോമിയൽ. 2 ടേം ഉണ്ടെങ്കിൽ ബൈനോമിയൽ, 3 ടേം ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ ഇങ്ങനെ പറയും. അതുപോലെ നമ്മൾ പിന്നെ പഠിച്ചതാണ് കോഎഫിഷ്യൻറ്റ്. എന്താണ് കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3x എന്നാണ് ഉള്ളത്. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള നമ്പർ, അതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ്. പിന്നെ ഒരു പോളിനോമിയലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ, അതായത് ഈ മുകളിൽ എഴുതുന്നത് ഈ പവർ എപ്പോഴും ഹോൾ നമ്പർ മാത്രമേ വരാൻ പാടുള്ളൂ. പവർ ഹോൾ നമ്പർ മാത്രമേ വരുള്ളൂ. എല്ലാത്തതൊന്നും പോളിനോമിയൽ അല്ല. ഇപ്പോൾ ഇവിടെ നമുക്ക്, അതായത് കോഎഫിഷ്യൻ്റ് ഇപ്പം നമുക്ക് -1/2 x plus 3 ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പവർ എന്താണ്, എക്സിൻ്റെ പവർ അവിടെ 1 ആണ്. അപ്പോൾ പവർ എപ്പോഴും ഹോൾ നമ്പർ. എന്താണ് ഹോൾ നമ്പർ? 0 1 2 3 അങ്ങനെ എഴുതുന്ന നമ്പേഴ്സ്. അപ്പോൾ എപ്പോഴും പവർ ഹോൾ നമ്പർ മാത്രമാണ് വരിക. അതുപോലെ ഇവിടെ ഉള്ളത് ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ എഴുതുന്നു 3/2 x square plus 2x plus 3. ഇതൊരു പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിനോമിയലാണ്. കാരണം എക്സിൻ്റെ പവർ ഹോൾ നമ്പർ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. എക്സിന് പവർ 2 ആണ്, ഇവിടെയാണെങ്കിൽ എക്സിന് 1 ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമുക്ക് പോളിനോമിയൽ കിട്ടും. അപ്പോൾ ഇപ്പോൾ പോളിനോമിയൽ അല്ലാത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സ് പ്ലസ് 1/x, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് റേസ് ടു -1 ആണുള്ളത്. അപ്പോൾ പവർ അവിടെ -1 വന്നു. അപ്പോൾ ഇത് നോട്ട് പോളിനോമിയൽ. അങ്ങനെയാണ് നമ്മൾ പോളിനോമിയൽ ഏതാണ് അല്ലെങ്കിൽ പോളിനോമിയൽ അല്ലാത്തത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ √x plus 3 ഇത് വന്നു കഴിഞ്ഞാൽ ഇതും പോളിനോമിയൽ അല്ല. കാരണം എന്താണ്, എക്സിൻ്റെ പവർ അവിടെ 1/2 ആണ്. അപ്പോൾ എപ്പോഴും എക്സിൻ്റെ പവർ ഹോൾ നമ്പർ മാത്രം വരണം. ഒരു വേരിയബിൾ പോളിനോമിയൽ ഇനി 1 വേരിയബിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ എക്സ് തന്നെ വരണം എന്നൊന്നുമില്ല. y² plus y plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോളിനോമിയൽ തന്നെയാണ്. അതുപോലെ u² -2u plus 3 ഒരു വേരിയബിൾ, പോളിനോമിയൽ ഇൻ 1 വേരിയബിൾ. അപ്പോൾ അതിൻ്റെ പവർ മാത്രം ശ്രദ്ധിക്കുക. പവർ എപ്പോഴും എന്തായിരിക്കും, ഹോൾ നമ്പർ ആയിരിക്കും. ഇത്രയാണ് പോളിനോമിയൽ എന്താണെന്നുള്ളത് അറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് പോളിനോമിയൽ. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഇൻ പി ഓഫ് എക്സ് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ. ഇപ്പം നമ്മൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ plus 3x² plus 3 ഇങ്ങനെ എഴുതി. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് പവർ പി ഓഫ് എക്സിൽ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്നത് അതാണ് അതിൻ്റെ ഡിഗ്രി. ഇപ്പോൾ ഈ എക്സ് എന്ന വേരിയബിളിൽ ഇവിടെ ഹയസ്റ്റ് പവർ x³ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഗ്രി കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡിഗ്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ y⁴ plus y plus 3 ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്, ഡിഗ്രി 3. അപ്പോൾ ആ ഒരു വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്നത്, അപ്പോൾ ഇതിൽ ഇതിവിടെ എക്സ് ആയതുകൊണ്ട് ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഇൻ പി ഓഫ് എക്സിൽ ഹയസ്റ്റ് പവർ. ഇതിലാണെങ്കിൽ നമുക്ക് പി ഓഫ് വൈ, ഹയസ്റ്റ് പവർ ഓഫ് വൈ ഇൻ പി ഓഫ് വൈ ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്, 4. അപ്പം അങ്ങനെ നോക്കി ഈ ഒരു ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ പോളിനോമിയലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ എപ്പോഴും 0 ആയിരിക്കും.
സീറോ അല്ലാത്ത കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. 2 അല്ലെങ്കിൽ 7 ഇതിൻ്റെയൊക്കെ ഡിഗ്രി ചോദിച്ചു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് നോൺ സീറോ കോൺസ്റ്റന്റ് പോളിനോമിയൽ 0 ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പോളിനോമിയൽ. നമ്മളിപ്പോൾ ഡിഗ്രി എന്താണെന്ന് പഠിച്ചു, അതായത് ഹയസ്റ്റ് പവർ ആണ് ഡിഗ്രി. അപ്പോൾ ഈ ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ പോളിനോമിയലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യത്തേത് നമുക്ക് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കും. ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ജനറൽ ഫോം പറയുകയാണെങ്കിൽ AX+B ആണ് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം. ഇവിടെ where A and B are real numbers ആണ്. അപ്പോൾ A and B are real numbers. ഇവിടെ എന്തായിരിക്കണം? A not equal to 0. A ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX+B ആണ്. അവിടെ എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. A നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇനി ഡിഗ്രി 2 ഉള്ള പോളിനോമിയലിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി 2 ആയിരിക്കും അതിൻ്റെ. അപ്പോൾ അവിടെ അതിൻ്റെ ഫോം പറയുകയാണെങ്കിൽ AX² + BX+C. ഇവിടെ ABC ആർ റിയൽ നമ്പേഴ്സ്. A നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം A 0 ആവാൻ പാടില്ല. 0 ആയാൽ നമുക്ക് അതിന് പവർ 2 കിട്ടില്ല. ഡിഗ്രി 2 വരുന്ന പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അപ്പോൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, A നോട്ട് ഈക്വൽ ടു 0, ABC ആർ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 3 ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX³ + BX² + CX+D. അവിടെ ABCD ആർ റിയൽ നമ്പേഴ്സ്. A നോട്ട് ഈക്വൽ ടു 0. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതായത് ലീനിയർ പോളിനോമിയൽ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിന് ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്, ഡിഗ്രി 2 ഉള്ളത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി 3 ആണെങ്കിൽ അതിന് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്, ഇത്രയും ടൈപ്സ്. ഇനി നമുക്കതിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് A0x⁻n + A1x⁻n - 1 + A2x⁻n - 2 etc. +an-1x + an. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഡിഗ്രി n വരുന്നത്. അപ്പോൾ A0, A1, A2 etc. an ആർ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ A0 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് വാല്യൂ ഓഫ് പോളിനോമിയൽ. ഇത് നിങ്ങൾ 9th പഠിച്ചത് തന്നെയാണ്. വാല്യൂ ഓഫ് പോളിനോമിയൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോൾ നമുക്ക് എക്സിന് 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് P of x is equal to x² + 3x + 2. ഒരു പോളിനോമിയൽ തന്നു. അപ്പോൾ x equal to 3 ആവുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുക. എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? ആ 3 കൊടുക്കുക കൊണ്ട് അവിടെ 3² + 3 × 3 + 2. അപ്പോൾ എത്രയാണ്? 9. 9 + 9 + 2 20 എന്നുള്ളത് കിട്ടും. ഇതുപോലെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കും. അടുത്തത് സീറോ ഓഫ് എ പോളിനോമിയൽ. എ റിയൽ നമ്പർ A is said to be zero of a polynomial P of x if P of A equal to 0. അപ്പോൾ നമ്മൾ ലീനിയർ പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താണ്? AX+B. അപ്പോൾ AX+B = 0 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് AX is equal to -B, X is equal to -B/A. അതുപോലെ ഇതിൻ്റെ ഡിഗ്രി പറയുന്നത് പോലെയാണ്. ഇതിന് ഒരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ലീനിയർ പോളിനോമിയലിൽ ഡിഗ്രി 1 ഉള്ള പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഡിഗ്രി 1 ആണ്. അതുപോലെ 0ഉം 1 ആയിരിക്കും. ഒരു 0 മാത്രമേ അതിനുണ്ടാവുള്ളൂ. അതായത് x is equal to -b/a. ഇപ്പോൾ നമ്മൾ 3x + 6 ഇതാണ് നമ്മുടെ ലീനിയർ പോളിനോമിയൽ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ 0 കണ്ടുപിടിക്കണമെങ്കിൽ 3x + 6 is equal to 0. 3x is equal to -6. x is equal to -6/3 is equal to -2. അപ്പോൾ P of -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ 3x + 6 എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 0 P
-2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? P of -2 ഈക്വൽ ടു 3 ഇൻറ്റു -2 പ്ലസ് 6. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? 0. അതാണ് ഇവിടെ പറയുന്നത് P of A ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ റിയൽ നമ്പർ -2 ആണ്. അപ്പോൾ -2 P of -2 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് 0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു 0 ഇട്ടിട്ട് ചെയ്യാം. ഇത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ ജോമെട്രിക്കൽ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് ലീനിയർ പോളിനോമിയലാണ്. ലീനിയർ പോളിനോമിയലിന് നമുക്കറിയാം 1 ഡിഗ്രിയാണ് ഉണ്ടാവുക അല്ലേ? 1 ഡിഗ്രിയുള്ള പോളിനോമിയലിൽ നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ 0 എത്രയാണ്? 1 0 മാത്രമേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ 0 ഓഫ് ദ ലീനിയർ പോളിനോമിയൽ ഈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഇന്റർസെക്ട് എക്സ് ആക്സിസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഉണ്ട്. അതായത് ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ്? y ഈക്വൽ ടു 3x പ്ലസ് 6 ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഗ്രാഫ് കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഗ്രാഫ് എപ്പോഴും ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ അതായത് 0 ഓഫ് ദ ലീനിയർ ഈ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഇന്റർസെക്ട് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അതാണ് അതിന്റെ 0. ഇപ്പൊ ഇതിന്റെ 0 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 3x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. 3x is equal to -6. x is equal to -6/3 നമുക്ക് -2. അപ്പോൾ -2 എന്ന പോയിന്റിലായിരിക്കും ഇവിടെ ഈ ഗ്രാഫ് എക്സ് ആക്സിസിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അത് എങ്ങനെ വേണമെങ്കിലും വരാം. പോസിറ്റീവ് ഇങ്ങനെ ഗ്രാഫ് വരാം, ഇങ്ങനെ വരാം. അപ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണോ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റാണ് അതിൻ്റെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ നമ്മൾ പറഞ്ഞു AX പ്ലസ് ബി ആണ് നമ്മുടെ ജനറൽ ഫോം. AX പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ 0 എക്സ് എന്ന് പറയുന്നത് എന്താണ്? -b/a. അപ്പോൾ -b/a 0 ആയിരിക്കും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 3x -2 3x -2 ആണെങ്കിൽ 3x is equal to 2, x is equal to 2/3. 2/3 എന്നുള്ള പോയിന്റിലായിരിക്കും അവിടെ എക്സ് ആക്സിസിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം ഗ്രാഫ് വരിക നമ്മൾ എക്സ് ആക്സിസിനും വൈ ആക്സിസിലും അതായത് പോയിന്റ് കൊടുത്ത് എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തിട്ട് നമ്മൾ വൈ കണ്ടുപിടിച്ച് ബോക്സ് വരഞ്ഞ് എക്സും വൈ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ഗ്രാഫ് വരയുമ്പോൾ അത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണോ ഇന്റർസെക്റ്റ് ചെയ്യുന്നത് ആ പോയിന്റാണ് ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. ഒരു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇതിൽ ലീനിയർ പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു വന്നത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമുക്ക് ഒരു പാരബോല ഷേപ്പിലാണ് ഉണ്ടാവുക. അത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലൊക്കെ ഇന്റർസെക്റ്റ് ചെയ്യുന്നു അതാണ് അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അതായത് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആർ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ ഗ്രാഫ് ഇന്റർസെക്റ്റ് എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരബോല ഷേപ്പാണ്. ഗ്രാഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഗ്രാഫ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX² പ്ലസ് BX പ്ലസ് C ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പാരബോല ഷേപ്പ്, അതായത് ഒരു യു ഷേപ്പ്. അത് ഇങ്ങനെയാവാം, ഒന്നുമില്ലെങ്കിൽ അപ്വേർഡ്സ് ഒന്നുമില്ലെങ്കിൽ ഡൗൺവേർഡ്സ് ഇങ്ങനെ വരും. അപ്പോൾ അപ്വേർഡ്സിലേക്ക് വരുന്നത് എപ്പോഴും A ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്വേർഡ്സിലായിരിക്കും. അതായത് ഇവിടെ ഈ A പോസിറ്റീവ് ആണെങ്കിൽ 0നേക്കാളും വലിയൊരു നമ്പറാണ് എങ്കിൽ നമുക്ക് 3x² അല്ലെങ്കിൽ 4x² അങ്ങനെ തരുന്നതെങ്കിൽ ഗ്രാഫ് അപ്വേർഡ്സിലായിരിക്കും. A ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പാരബോല എന്തായിരിക്കും? ഡൗൺവേർഡ്സിലായിരിക്കും. അപ്പോൾ അത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ഇന്റർസെക്ട് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഇപ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ 2 പോയിന്റും ആയിരിക്കും അതിൻ്റെ സീറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചില സമയത്ത് നമുക്ക് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യാണ്ട് പോവാം, ചില സമയത്ത് രണ്ടും ഒരേ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാം. അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സീറോസ്. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ക്യാൻ ഹാവ് ഐദർ 2 ഡിസ്റ്റിങ് സീറോ. 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 സീറോസും അതിന് ഡിഫറൻ്റ് ആയിട്ടുണ്ടാവും. ഓർ 2 ഈക്വൽ സീറോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ തന്നെയായിരിക്കും രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്നത്. എയും A ഡാഷ്, അതായത് A ഡാഷ് എന്നുള്ളത് അതിൻ്റെ സീറോസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ടും ഒരേ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വൽ സീറോസ് ആയിരിക്കും. ചില സമയത്ത് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇന്റർസെക്ട് ചെയ്യാതെ, അതായത് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ നോ സീറോസ് ആണ്. അപ്പോൾ
quadratic polynomial can have either two distinct zeros or equal zeros or no zeros. Zeros ഉണ്ടാവില്ല. ഈക്വൽ സീറോസ് എന്ന് പറഞ്ഞാൽ രണ്ട് സീറോസും സെയിം നമ്പർ. ഇപ്പോൾ 2 തന്നെയാണെങ്കിൽ രണ്ട് സീറോസും 2 തന്നെയായിട്ട് കിട്ടും നമുക്ക്. അതുപോലെ ഡിസ്റ്റിങ് സീറോസ് എന്ന് പറഞ്ഞാൽ 1 2 1 -3 ആവാം, അല്ലെങ്കിൽ 1 2 3 ആവാം, -3 -2 ആവാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സീറോസ് ആയിരിക്കും കിട്ടുക. മറ്റേതിലാണെങ്കിൽ നമുക്ക്, അതായത് ഒരു പോയിന്റിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈക്വൽ സീറോസ് ആണ് കിട്ടുക. എവിടെയും ടച്ച് ചെയ്യുന്നില്ല, എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യാണ്ടാണ് പോകുന്നതെങ്കിൽ അതിന് സീറോസ് ഉണ്ടാവില്ല. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസ് ഇതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ഇതിന് രണ്ട് സീറോസ് ഉണ്ടാവും. കണ്ടില്ലേ, എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു, ഇതിലാണെങ്കിലും 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് 2 ഡിസ്റ്റിങ് സീറോസ് ആണ് ഉണ്ടാവുക. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീറോസ് ഉണ്ടാവും. രണ്ട് പോയിന്റിൽ എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഇതിലാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റിലാണ് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സീറോസും എന്തായിരിക്കും, ഈക്വൽ സീറോസ് ആയിരിക്കും അവിടെ. ഈ ഒരു കേസിൽ നമുക്ക് രണ്ട് സീറോസും ഈക്വൽ ആയിട്ടുള്ള നമ്പർ, 2 ആണെങ്കിൽ 2 തന്നെ, 3 ആണെങ്കിൽ 3 തന്നെ. അപ്പോൾ ഈക്വൽ സീറോസ് ആയിരിക്കും കിട്ടുക. ഇവിടെയും അതേപോലെ തന്നെ ഈക്വൽ സീറോസ് ആണ് കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യാണ്ടാണ് പോകുന്നത് ഗ്രാഫ്. അപ്പോൾ ഇതിന് സീറോസ് ഇല്ല. ഇതിന് അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ എവിടെയും ഒരു പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നോ സീറോസ്. അപ്പോൾ അറ്റ്മോസ്റ്റ് 2 സീറോസ് ഉണ്ടാവും. നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിലാണെങ്കിൽ അറ്റ്മോസ്റ്റ് 2 സീറോസ് ഉണ്ടാവും. ലീനിയർ പോളിനോമിയലാണെങ്കിൽ ഒരു സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനി അതിൻ്റെ എക്സസൈസ് നോക്കാം. എക്സസൈസ് 2.1 അത് ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ഓഫ് y equal to p of x are given below. For some polynomials p of x, find the number of zeros p of x in each case. Each കേസിൽ നമ്മൾ നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം നമ്പർ ഓഫ് സീറോസ് കാണാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ സീറോസ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അപ്പോൾ അതിന് നോ സീറോസ്, ഒരു സീറോവും ഉണ്ടാവില്ല. ഫസ്റ്റ് വൺ നോ സീറോ. സെക്കൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1 0. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 2 3 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് 3 സീറോസ് ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ 1 2 രണ്ട് പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് സീറോസ് ചെയ്ത് ഇവിടെ 2 സീറോസ് ആണുള്ളത്. ഇതിലാണെങ്കിൽ 1 2 3 4 സീറോസ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3, അപ്പോൾ 3 സീറോസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇതുപോലെയുള്ള ഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.